മറിച്ച് സഞ്ജു സാംസന്റെ കേസിലോട്ട് വരുമ്പോൾ കാര്യങ്ങൾ അല്പം വിഷമമാണ്. കാരണം വല്ലപ്പോഴും ഒരിക്കൽ കിട്ടുന്ന ഒരു അവസരമാണ് സഞ്ജുവിന്. അപ്പോൾ അത് 5 മത്സര പരമ്പരയിൽ 5 ഷോർട്ട് ബോളുകൾക്കെതിരെ അനാവശ്യ ഷോട്ട് കളിച്ചാണ് സഞ്ജു ഔട്ടായത്. മത്സരം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഭിഷേക് ശർമ്മയുടെ ഓപ്പണിങ്ങിലോട്ട് ഗില്ല്, അതുപോലെ ഇപ്പോൾ ഗില്ലും ജയ്സ്വാളൊക്കെ പുറത്ത് നിൽക്കുകയാണ്. ഓൾറെഡി T20 നല്ല രീതിക്ക് റെക്കോർഡും കാര്യമുള്ള ഗില്ലും ജയ്സ്വാളൊക്കെ പുറത്ത് നിൽക്കുമ്പോഴാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത് തന്നെ. ഋഷഭ് പന്തും ഇല്ല കേട്ടോ, ഋഷഭ് പന്തും പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്ന അടുത്ത സീരീസിൽ ഇതുപോലെ ജയ്സ്വാളിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഗില്ലിനെ കൊണ്ടുവരണം എന്നൊക്കെയാണ്. ഒരാൾ പോലും സൂര്യകുമാർ യാദവിനെ മാറ്റണം എന്നാണ് പറയുന്നില്ല. സഞ്ജു 60 റൺസും സൂര്യകുമാർ യാദവ് 30 താഴെ റൺസൊക്കെയാണ് ഈ സീരീസിൽ സ്കോർ ചെയ്തേക്കുന്നത്. സ്റ്റിൽ സൂര്യകുമാർ യാദവിനെ റീപ്ലേസ് ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. അദ്ദേഹം ക്യാപ്റ്റനാണെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ഇന്ത്യൻ ടീമിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. പക്ഷേ സഞ്ജുവിൻ്റെ കേസിലോട്ട് വരുമ്പോൾ അതല്ല അവസ്ഥ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഇന്ത്യൻ T20 സീരീസിൽ സഞ്ജു കാണുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്, നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അടുത്ത വർഷം T20 വേൾഡ് കപ്പ് വരുന്നുണ്ട്. സഞ്ജു ഈ എൻ്റെ ഇയറിൽ T20 മത്സരങ്ങൾ നല്ല രീതിക്ക് കളിച്ചാൽ പോലും ചിലപ്പോൾ അടുത്ത കൊല്ലത്തെ T20 വേൾഡ് കപ്പിൽ വരാൻ ചാൻസ് ഇല്ല. ഇത്രയും നാളത്തെ ഒരു സെലക്ഷൻ പ്രോസസ്സ് കണ്ടിട്ട് നമുക്ക് അതാണ് തോന്നുന്നത്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് സഞ്ജു അത്യാവശ്യം ഒരു മോശം ഫോമിലൂടെ ഈ സീരീസ് കളിച്ചത്. ഒരുപക്ഷെ T20 ടീമിൽ നിന്ന് പോലും സഞ്ജു പുറത്താവാനുള്ള ചാൻസ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടാലൻസ് പുറത്ത് വെക്കുകയാണ്. ഇപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി, അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗില്ല്, ഇത്തരം താരങ്ങളൊന്നും സീരീസ് കളിച്ചിട്ടില്ല.